നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന സന്തോഷകരമായ ഒരു ദിനം തന്നെയാണ്. ഒരിക്കലും ലക്ഷ്മി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതിന് കാരണമായി തീരുന്നു സേതുമാധവനും. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഒടുവില് പല്ലവി ഋതുവിനെ രക്ഷിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ ഋതുവിനെ മയക്കി കിടത്തി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയാനും, അതും അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയാനും ഋതു പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാര് ബാക്കി ഗുണ്ടകളെ എല്ലാം ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് പല്ലവൻ സാറേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നീട് പല്ലവിയാണ് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഋതു ഗർഭിണിയാണ്, ഞങ്ങളോട് പോലും പറയാതെ ഋതു വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനാ ഏതിനാന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നാലെ വന്നാണ്. ആ സമയത്താണ് ഇങ്ങനെയൊരു കാര്യം ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, എന്റെ പെങ്ങളെ ഇവിടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനമായിരുന്നു. ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ നിൽക്കുന്നവര് ഇങ്ങോട്ടേക്ക് വരുന്ന പെൺകുട്ടികളെയൊക്കെ കൊടുക്കുമായിരുന്നു. കാരണം പണത്തിന് വിൽക്കുക ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും നാളും. ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് റെയ്ഡിന് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഋതു ആകപ്പാടെ വല്ലാത്തൊരു അന്താളിപ്പോട് കൂടി നിൽക്കുകയാണ്. ഋതുവിനൊന്നും മനസ്സിലായില്ല. പിന്നെ രാജമേനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരുന്ന പെൺകുട്ടികളെയൊക്കെ ആരോരും ഏതോ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവരാണ് പിന്നെ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. അവരുടെ പിന്നാലെ പോയി അവരെ വല വീശി പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആള് ഇവരാന്ന് പറയുക. അതിന് തക്കതായ പ്രതിഫലം ഇവർക്ക് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഋതുവിന് ഒരബദ്ധം പറ്റിപ്പോയതാന്ന് പറഞ്ഞു. അബദ്ധം? ഇനി ഇങ്ങനെയുള്ള കുടുക്കുകളൊന്നും പോയി ചാടാതിരിക്കുക. ഒന്നുമല്ലേലും ഗർഭിണിയല്ലേ, ഇനി കുറച്ച് നാളുകൾ മാത്രം ഉള്ളെന്ന് തോന്നില്ല ലക്ഷണം കണ്ടിട്ട്. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത്ര ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അബോർഷന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും പല്ലവിക്ക് നല്ല സങ്കടമായി ഋതുവിന്റെ കാര്യം ഓർത്തിട്ട്. കാരണം ഋതു ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഋതുവിനെ എന്ത് പറയണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഋതുവിന്റെ തല കുനിഞ്ഞുപോയി. ആകപ്പാടെ നാണക്കേടായി. അതിലുപരി കാര്യങ്ങളൊന്നും നടന്നതുമില്ല. വലിയൊരു ആപത്തിൽ നിന്ന് പല്ലവിയും സേതുവൊക്കെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടത് പോലും. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനം. പിന്നീട് ഡോക്ടറെ രാജമേനെ അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും ഋതുവിനോട് പല്ലവി പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട്? എന്തേലും ഒരു തീരുമാനം എടുക്കണ സമയത്ത് നിനക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഋതു? സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ചാടി ഇങ്ങോട്ട് പോന്നല്ലേ? ഞങ്ങൾ നിന്റെ പിന്നാലെ കുറെ സമയമായി ഫോളോ ചെയ്ത് വരുന്നേ. ഞങ്ങൾക്ക് തോന്നിയിരുന്നു നിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ടെന്ന്. ശരിക്കും ഇപ്പൊ ദൈവമായിട്ടാ നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. നിന്റെ 2ാം ജന്മമെന്ന് നീ കൂട്ടിയാൽ മതി. നീ ഇന്ദ്രനോടുള്ള ദേഷ്യത്തിന് എന്താണെങ്കിലും ഈ കാണിച്ച മോശമായി പോയി. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, ഋതു ഒരിക്കൽ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുഞ്ഞ് എന്ത് പിഴച്ചു? നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നീ ഇന്ദ്രൻ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് അതിനെ വലിച്ചിഴക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇനി ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്രീഹരി. ഇവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇവള് ചെയ്യട്ടെ. കൊല്ലുവോ അല്ലെങ്കിൽ വളർത്തുവോ എന്ത് വേളം ചെയ്യട്ടെ. ഇനി ഞങ്ങളായിട്ടൊന്നും പറയാനില്ല. ഇത്രയ്ക്ക് വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നീ ആയെങ്കിൽ ബാക്കി കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് പല്ലവി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ സമയത്ത് ഋതു പല്ലവിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. എന്നിട്ട് ഒരു സോറി പല്ലവി എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അവൻ 2ാമതും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ ഭ്രാന്താന്ന പോലെ തോന്നി. പിന്നെ അവന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ പ്രസവിച്ച് വളർത്തുന്നേ? അവനെപ്പോലൊരു ദുഷ്ടനെ എന്നെക്കാളും കൂടുതലായിട്ട് അവനെ മനസ്സിലാക്കിയിട്ടുള്ളവളല്ല നീയ. പല്ലവി പറഞ്ഞു, അതെ, പക്ഷേ എങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പോകത്തില്ലായിരുന്നു പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയാനും. പിന്നെ ഇപ്പൊ കണ്ടില്ലേ, അവന് നല്ല മാറ്റമുണ്ട്. അവനിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ടാണ് ഞാൻ സേതുവേണ്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവനോടൊപ്പം സപ്പോർട്ടായിട്ട് നിന്ന് നീ അത് ചെയ്യുമല്ലേ ചെയ്യണ്ടേ? നിന്റെ കുഞ്ഞിൻ്റെ ഒരു അച്ഛനെയല്ലേ വേണ്ടത്? ഒരു പക്ഷേ ഇന്ദ്രന് മാറാനായിട്ടൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി നീ ഋതുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. എനിക്കൊരിടം വരെ പോവാനുണ്ട്. സേതുവേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീഹരി ചോദിച്ചു, എവിടെയാ പല്ലവി വെച്ചെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. സേതുവേട്ടൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, എന്നെ ബൈപ്പാസിന്റെ അവിടെ ഇറക്കി വിട്ടാൽ മതി. സേതുവേട്ടൻ അവിടെ ഉണ്ടെന്നാ പറഞ്ഞ്. ലക്ഷ്മിയമ്മയുടെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനം എടുക്കാനാന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഋതുവും പല്ലവിയും ശ്രീഹരിയും കൂടെ പോവാണ്. ബൈപ്പാസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അവിടെ ഇറക്കി വിട്ടിട്ട് ശ്രീഹരി ഋതുവിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് സേതു അവർക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല്ലവി അങ്ങോട്ട് ചെന്നു. പല്ലവി ഇന്ന് കാറിലേക്ക് കയറിയിട്ട് ചോദിച്ചു, എങ്ങോട്ടാ സേതുവേട്ടാ? നമ്മൾ എവിടേക്കാ പോണേന്ന് ചോദിച്ചു. അതെ, ലക്ഷ്മി അമ്മയുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കണം. ഇനി ഇങ്ങനെ ലക്ഷ്മി അമ്മയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് പറഞ്ഞു. പൊന്നുമടത്തി താമസിക്കേണ്ടവളല്ല,
പൊന്നുമടത്തില് ഒരാൾ മതി, അത് പൂർണ്ണാമ്മ മാത്രമാണ്. ലക്ഷ്മി അമ്മ പൊന്നുമടത്തിൽ താമസിക്കേണ്ടല്ലെന്ന് പറഞ്ഞു. അത് കേട്ടതും പല്ലവി പറഞ്ഞു, സേതുവേട്ടാ, ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ടോ? ലക്ഷ്മി അമ്മ പിന്നെ എങ്ങോട്ട് പോകും? അതിനെക്കുറിച്ചൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല പല്ലവി, എനിക്കത് അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്നാലും സേതുവേട്ടാ, ദേ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മി അമ്മയുടെ പേരിലുള്ള അവകാശങ്ങളും അധികാരങ്ങളൊക്കെ എന്റെ പേരിലേക്ക് എഴുതി മാറ്റണം, ഇതെന്റെ ഒരു വാശിയാന്ന് പറഞ്ഞു. പല്ലവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. സേതുവേട്ടൻ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ലക്ഷ്മി അമ്മയെ ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. പല്ലവി കുറെ പറഞ്ഞു നോക്കി, പക്ഷെ സേതു അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവര് സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ്. അതിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ചുതേന്ദ്രനെ ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, ഇപ്പോഴും ലക്ഷ്മി അമ്മയുടെ പേരിലല്ലേ അധികാരം കിടക്കുന്നേ? പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യ എന്ന അധികാരം വെച്ചിട്ടല്ലേ ആ വീട്ടിൽ വന്ന് കയറിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കിയത്. ഇനി ആ അധികാരം എന്റെ പേരിലേക്ക് ലക്ഷ്മി അമ്മ എഴുതിത്തരണം. അപ്പോഴേക്കും പല്ലവി എഴുതി തരാനോ? അതെ, ലക്ഷ്മി അമ്മയുടെ പേരിൽ യാതൊരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല ഇനി ആ വീട്ടില്. അതെല്ലാം മകനായി എന്റെ പേരിലേക്ക് എഴുതി തരണം. കാരണം ഇനിയെങ്കിലും പൂർണ്ണാമ്മയ്ക്കും മക്കൾക്കും ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടെ കഴിയണം. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങളെയൊക്കെ വീണ്ടും ഇറക്കി വിട്ടെന്ന് വരും. ആ സമയത്ത് പൂർണ്ണാമ്മയെ ഞങ്ങളെ ഒക്കെ തെരുവിലേക്ക് ഇറക്കി വിടാനായിട്ട് ഇവർ ശ്രമിക്കത്തുള്ളൂ. എനിക്കത് പ്രശ്നമില്ല, ഞാൻ തെരുവിൽ കിടന്ന് വളർന്നവനാ. പക്ഷെ പൂർണ്ണാമ്മയുടെ മക്കളുടെ കാര്യം അത് അങ്ങനെയല്ല. ഒന്നുമില്ലാതായി പോവരുത്. അച്ഛൻ അവർക്ക് വേണ്ടി കരുതിയ വീടാത്. ഇനി ഒരു അധികാരം സ്ഥാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ട ഒരു അബദ്ധം പറ്റിയതല്ലേ, ഇനി അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അബദ്ധം? ഇനി ആ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ വന്ന് നിയമപരമായിട്ട് അത് രജിസ്റ്ററിൽ എഴുതി തരണമെന്ന് ഞാൻ പറയണേ. ഒരു ബന്ധവും ഇല്ല, പൊന്നുമടത്തിലെ മാധവന്റെ സ്വത്തിലും കാര്യങ്ങളും ഒരു ബന്ധമില്ലാന്ന് എഴുതി തരണമെന്ന്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, പല്ലവി നീ എന്തായാലും തർക്കിക്കൊന്നും വേണ്ട, ഞാൻ എഴുതി കൊടുത്തോളാം, എനിക്ക് പൂർണ്ണ സമ്മതമാന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മയും കൊണ്ട് സേതുവും പല്ലവിയും കൂടെ അകത്തേക്ക് കയറി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഓഫീസർ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ബാ വന്നിരിക്കുക, ഞാൻ നോക്കിയിരിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു രജിസ്റ്റർ എടുത്തു കൊടുത്തു. പിന്നീട് ലക്ഷ്മിയമ്മയോട് അവിടെ സൈൻ ചെയ്യാനായിട്ട് പറയണം. ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. തന്റെ മകന് ഇത്ര കടന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ലക്ഷ്മിയമ്മ അവിടെ സൈൻ ചെയ്തു. ഈ സമയത്ത് അയാൾ ചോദിച്ചു, അല്ല ഒരാളെന്തേ, ഇത് ഒരാൾ മാത്രമുള്ളല്ലോ, ഒരാളും കൂടെ വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ലക്ഷ്മിയമ്മയും പല്ലവിയൊക്കെ അന്തം വിട്ട് നോക്കുകയാണ്, ഇതാരാ എന്ന്. അപ്പോഴാണ് വേണുഗോപാൽ അങ്ങോട്ടേക്ക് വരുന്നേ. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അതെ വന്ന് സൈൻ ചെയ്യാൻ നോക്ക്, രണ്ടുപേര് സൈൻ ചെയ്താലല്ലേ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ആവുള്ളൂ എന്ന് ചോദിച്ചു. നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാനോ? ഇരുന്നിടത്തുനിന്ന് ലക്ഷ്മിയമ്മ ഒരു നിമിഷം ചാടി എഴുന്നേറ്റു. എന്താ എങ്ങനെയൊന്നും മനസ്സിലായില്ല. പല്ലവി അന്തം വിട്ട് നോക്കുവാണ്. പിന്നീടാണ് സേതു പറയുന്നത്, ലക്ഷ്മി അമ്മയുടെ അതുപോലെ വേണുഗോപാലിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം. മയൂരിയും ശൈലജയും ഒക്കെ കൂടെ അങ്ങോട്ട് വന്നു. ഒരു നിമിഷം ലക്ഷ്മി അമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞുപോയി. ലക്ഷ്മി അമ്മയോട് സേതു പറഞ്ഞ സ്വത്തുക്കളൊക്കെ തന്റെ പേരിലേക്ക് എഴുതി മാറ്റുന്ന അതിനു വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നാ. പക്ഷെങ്കിൽ സേതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ലക്ഷ്മി അമ്മ വിശ്വസിച്ചു പോലുമില്ല. പല്ലവി ഒരു നിമിഷം സേതുവിനെ സംശയിച്ചു പോയി. സേതുവേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അതിനായിരിക്കുമെന്ന്. പക്ഷെ സേതുവിന് തന്റെ പെറ്റമ്മ അങ്ങനെ വഴിയിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. മേലെടുത്ത് വീടിന്റെ അവകാശം ഇപ്പോഴും ലക്ഷ്മിയമ്മ തന്നെയാണ്, വേണുഗോപാലിന്റെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് തന്നെയല്ലേ പറഞ്ഞു വരണ്ടേ. അതിനു വേണ്ടിയിട്ട് സേതുവാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ച. മയൂരി സേതും കൂടെ ചേർന്നിട്ട് അവരെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് അങ്ങനെ വേണുഗോപാല് സൈൻ ചെയ്യുവാണ്. ഈ സമയം മയൂരി രണ്ടുപേർക്കും മാലയെ കൊണ്ടു കൊടുക്കുകയാണ്. പരസ്പരം അണിയിക്കാൻ പറയണം. ആ സമയം ലക്ഷ്മിയമ്മ അപ്പോഴും അതിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ടായിരുന്നില്ല. ആ അന്താളിപ്പിൽ നിന്നും കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ പരസ്പരം മാലയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു തന്നെയാണ് ലക്ഷ്മിയമ്മ തന്റെ പെറ്റമ്മയെ കൈപിടിച്ച് വേണുഗോപാലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നേ. ആ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം മയൂരിക്കും പല്ലവിക്കും ഒക്കെ ഉണ്ടായി. പല്ലവിക്ക് തന്റെ ഭർത്താവിനെ ഓർത്ത് സേതുവേണ്ണ ഓർത്ത് അഭിമാനമാണ് തോന്നുന്നത്. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും സേതുവേണ്ണ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടല്ലോ. അമ്മയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ സേതുവേണ്ണ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയും ചെയ്യില്ല എന്ന് പല്ലവിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനി മേലെ അടുത്ത വീട്ടിലേക്കായിരിക്കും ലക്ഷ്മിയമ്മയും കൂട്ടി വേണുഗോപാല് പോകാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.